മറ്റു വാർത്തകളിലേക്ക് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. പ്രശാന്ത് ഉൾപ്പെടെ 4 യാത്രികരെ പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. 2035 ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്ന് 3 സ്വപ്ന പദ്ധതികളുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. Group Captain Prashant Balakrishnan Nair. Captain Ajit Krishnan. Wing Commander Shubhanshu Shukla. പാലക്കാട് നെന്മറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അങ്കിത് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻശു ശുക്ല എന്നിവരാണ് ഗഗൻയാൻ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ. വളരെ അഭിമാനത്തോടെയാണ് ഇവരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സാഹസികതയും ധൈര്യവുമായ യാത്രാ സംഘത്തെ കാണാൻ കഴിഞ്ഞതും സംസാരിക്കാനായതും ഭാഗ്യമായി കരുതുന്നു. ബഹിരാകാശ മേഖലയിൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണെന്നും ഭാരതത്തിന്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രനിലിറങ്ങുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. सिर्फ 4 नाम और 4 इंसान नहीं है, ये 140 करोड़ एस्पिरेशंस को स्पेस में ले जाने वाली 4 शक्तियां हैं. 40 वर्ष के बाद कोई भारतीय अंतरिक्ष में जाने वाला है, लेकिन इस बार टाइम भी हमारा है, काउंट डाउन भी हमारा है और रॉकेट भी हमारा है. ഗഗൻയാൻ പദ്ധതിയടക്കം ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 3 പദ്ധതികളും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. റോക്കറ്റുകളുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇതിലൂടെ ചെയ്യാൻ കഴിയുക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശൈശവദശയിൽ തൊട്ടേ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെ നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ഗതിവേഗം കൂട്ടുകയും ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് തുടക്കമാകുന്നു എന്നത് നാടിനാകെ അഭിമാനകരമാണ്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി 2020 4 പേരും പരിശീലനം ആരംഭിച്ചത്. റഷ്യയിലെ ഗഗാറിൻ കോസ്മോനറ്റ് സെന്ററിലായിരുന്നു അടിസ്ഥാന പരിശീലനം. യോഗ, ഫിസിക്കൽ ട്രെയിനിംഗ് തുടങ്ങിയ പരിശീലനങ്ങളാണ് യാത്രികർക്ക് നൽകിയത്. ബംഗളൂരു കേന്ദ്രീകരിച്ചും ഇവർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. 2025 നടപ്പിലാക്കാനിരിക്കുന്ന യാത്രയിൽ 3 പേരായിരിക്കും ഉണ്ടാവുക. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലെ വരെ യാത്ര ചെയ്ത് 3 ദിവസത്തിന് ശേഷം തിരികെ ഭൂമിയിലെത്തുന്നതാണ് പദ്ധതി. ഗഗൻയാൻ ദൗത്യത്തോടൊപ്പം VSSCയിലെ പുതിയ ട്രൈസോണിക് വിൻഡ് ടണൽ, മഹേന്ദ്രഗിരി പ്രൊപ്പൽഷൻ കോംപ്ലക്സിലെ സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ആൻഡ് സ്റ്റേറ്റ് ടെസ്റ്റ് ഫെസിലിറ്റി, ശ്രീഹരിക്കോട്ടയിലെ പുതിയ PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.